ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതേ, നമ്മളുടെ കോഴികളിൽ വരുന്ന വിരശല്യം അതെങ്ങനെ നിയന്ത്രിക്കാം, അതിനെന്തൊക്കെ ചെയ്യേണ്ടത്, എന്തൊക്കെ മരുന്നാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ മരുന്ന് കൊടുത്താൽ അത് നമുക്ക് നിയന്ത്രിച്ച് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കോഴികളിൽ വിരശല്യം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് വിര നിയന്ത്രണം നടത്തിയില്ലെങ്കിൽ തീറ്റ ചിലവ് കൂടും, അതേപോലെ മുട്ടോൽപാദനം കുറയും. അതേപോലെ പിന്നെ ഫാമിൽ എപ്പോഴും ഇങ്ങനെ ഇടവിട്ട് നമ്മളിങ്ങനെ കോഴികൾക്ക് വിരമരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അത് ചിലർ പറയും ഞങ്ങൾ തീരെ കൊടുക്കാറില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും വിരമരുന്ന് കൊടുക്കാതിരിക്കരുത് കോഴികൾക്ക്. അത് നമ്മളെപ്പോഴും കോഴികൾക്ക് വിരമരുന്ന് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ കൊടുക്കണം. നാടൻ കോഴി വളർത്തലിലായാലും ഇനിയിപ്പോൾ ഏത് കോഴി വളർത്തലിലാണെങ്കിലും നമുക്ക് നഷ്ടം സംഭവിക്കുന്ന ഒരു കാര്യമാണ് കോഴികളിൽ ഉണ്ടാകുന്ന വിരശല്യം. കാരണം വിര കോഴിയുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് ശരീരത്തിലുള്ള പോഷകങ്ങളൊക്കെ വലിച്ച് എടുക്കും. അതേപോലെ കോഴി കഴിക്കുന്ന തീറ്റയുടെ ഗുണമൊന്നും കോഴിക്ക് കിട്ടില്ല. അത് പൂർണ്ണമായിട്ട് വിര വലിച്ചെടുക്കും. ഇതുമൂലം എന്തുണ്ടാവുക വെച്ചാൽ കോഴിയുടെ വളർച്ച മന്ദഗതിയിലാവും, മുട്ടോൽപാദനം കുറയുക, അതേപോലെ പ്രതിരോധ ശേഷി കുറയുക. ഇതൊക്കെയാണ് നമുക്ക് ഈ വിരശല്യം കൊണ്ടുണ്ടാവുക. പിന്നെ മെയിനായിട്ട് വിരകൾ എങ്ങനെയാണ് കോഴിയുടെ ശരീരത്തിൽ എത്തുന്നതെന്ന് ചോദിച്ചാൽ, കോഴികളൊക്കെ നിലത്ത് കൊത്തിപ്പെറുക്കി തീറ്റ തിന്നുന്നൊരു പക്ഷികളാണല്ലോ. അപ്പോൾ നമ്മൾ ഈ മണ്ണിലുണ്ടാകുന്ന വിരയുടെ മുട്ടകളൊക്കെ അവർ കൊത്തി തിന്നുമ്പോൾ ഇവരെ ശരീരത്തിൽ എളുപ്പത്തിൽ ഇത് പ്രവേശിക്കും. അങ്ങനെയാണിത് ഉണ്ടാവുന്നത്. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കോഴിക്കൂട് വൃത്തിയുള്ളതാക്കുക, നനവില്ലാത്ത കോഴിക്കൂടാക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊന്നും കോഴികൾക്ക് കൊടുക്കാതിരിക്കുക. പിന്നെയെന്ന് വെച്ചാൽ ഈ മണ്ണിൽ നിന്നാണല്ലോ വിരകളൊക്കെ വരിക. അപ്പോൾ ഈ മുട്ട ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കോഴികൾ വീണ്ടും കൊത്തി തിന്നുമ്പോൾ അതൊക്കെ വീണ്ടും നമ്മൾ കോഴിയുടെ ശരീരത്തേക്ക് തന്നെയാണ് പോവുക. പിന്നെ നിങ്ങൾക്ക് എന്താ പറയേണ്ടത് വെച്ചാൽ, പിന്നെ വിരബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര തിന്നാൻ കൊടുത്താലും ആ കോഴി ശരീരം തടി വെക്കാതിരിക്കുക. ചിലർ പറയുമല്ലോ എത്ര തിന്നാൻ കൊടുത്താലും കോഴി ഇങ്ങനെ മെലിഞ്ഞും കൊണ്ടിരിക്കുകയാണെന്ന്. എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്ക് കോഴിയുടെ ശരീരത്തിലുള്ള വിരയാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ കോഴിക്ക് കിട്ടൂല. അപ്പോൾ എന്താ വെച്ചാൽ ശരീരഭാരം കുറയുന്ന കോഴികളാണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിരയുടെ മരുന്നൊന്ന് കൊടുത്തൊന്ന് വിര ഇളക്കിയതിന് ശേഷം പിറ്റേ ദിവസം ഒന്ന് വിറ്റാമിനും കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ കോഴി സെറ്റായി വരുന്നത് കാണാം. പിന്നെ അവരുടെ വളർച്ച, നമ്മൾ എത്ര തിന്നാൻ കൊടുത്താലും നമ്മൾ എന്തൊക്കെ വിറ്റാമിൻസും മിനറൽസും ഒക്കെ കൊടുത്താലും അവരെ വളർച്ച ഇപ്പോൾ ഒരു 3 മാസമായ കോഴിയാണെങ്കിൽ ഒരു മാസമായ വളർച്ച മന്ദഗതിയിലാവുക. എന്താ വെച്ചാൽ മുരടിക്കുക. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2-3 മാസമായ കോഴിയാണെങ്കിൽ നല്ല വളർച്ച ഉണ്ടാവും. അപ്പോൾ 3 മാസമായ കോഴിക്ക് 1 മാസമായ കോഴിയുടെ വളർച്ച വരികയാണെന്നുണ്ടെങ്കിൽ, വളർച്ച മുരടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് വിരശല്യമാവും. പിന്നെ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണെങ്കിൽ മുട്ടോൽപാദനം കുറയുക. മുട്ടോൽപാദനം കുറയുമ്പോൾ അതും കോഴികളിൽ വിരശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ടോൽപാദനം കുറയും. അതേപോലെ ചില കോഴികൾ മുട്ടയിടുമ്പോൾ മുട്ടയുടെ വലിപ്പം കുറയുക, ചെറിയ മുട്ടയിടുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ മുട്ടോൽപാദനം കുറയാനൊരു കാരണം വിരശല്യമാണ് കേട്ടോ. പിന്നെ വയറിളക്കം വരിക, പച്ച വെള്ള ഒക്കെ കലർന്ന അതിലിങ്ങനെ എപ്പോഴും ലൂസായി കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, അതേപോലെ ക്ഷീണം, ഉന്മേഷക്കുറവ്, എപ്പോഴും എത്ര തിന്നാൻ കൊടുത്താലും എന്ത് കൊടുത്താലും കോഴികളിങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുക, ചിറക് താത്തി നിൽക്കുക, അതേപോലെ ഒരു ഉന്മേഷക്കുറവ്, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ വളർച്ച, അനീമിയ, അതേപോലെ കോഴിയുടെ കൊക്കും പൂവൊക്കെ വിളറിയ. നമുക്ക് എങ്ങനെയാണ് കോഴികൾക്ക് വളർച്ച ഉണ്ടെന്ന് മനസ്സിലാക്കുക? വളർച്ച എന്ന് വെച്ചാൽ രക്തകമ്മി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എങ്ങനെയാണെന്നറിയോ? കോഴിയുടെ കൊക്കൊക്കെ ഉണ്ടാവില്ലേ, ആ കൊക്കിൻ്റെ ആ ഭാഗങ്ങൾ നമ്മളുടെ ഈ കണ്ണിൻ്റെയും ഈ മുഖത്തിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ അവർക്ക് ഈ തൂവലില്ലാത്ത ഭാഗം ഉണ്ടല്ലോ, അതും അവരുടെ പൂവുണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ വിളറിയിരിക്കും. നല്ല ബ്ലഡൊക്കെ ഉള്ള കോഴിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല റെഡിഷ് കളറിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വിരശല്യമുണ്ട്. അതേപോലെ അനീമിയ ഉണ്ട് എന്ന് വെച്ചാൽ ഇതിൽ രക്തമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ചില കോഴികൾ കാഷ്ടിക്കുന്ന സമയത്ത് മലത്തിൽ വിരകളെ കാണാൻ പറ്റും. കാഷ്ടിക്കുന്ന സമയത്ത് മലത്തിലൂടെ തന്നെ വിരകളെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണുന്ന അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കോഴിക്ക് മാത്രം നിങ്ങൾ വിരമരുന്ന് കൊടുക്കരുത്. ഫാമിലുള്ള എല്ലാ കോഴികൾക്കും ഒരുമിച്ച് കൊടുക്കണം വിരമരുന്ന്. ഇപ്പോൾ ഒരു കൂട്ടിൽ വിരമരുന്ന് കൊടുത്തു, കുറച്ച് കോഴികൾക്ക് കൊടുത്തു. ഇപ്പോൾ 1 മാസമുള്ള 2 മാസമുള്ള കോഴിക്കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2 മാസമുള്ള കോഴിക്കുട്ടികൾക്ക് വിരമരുന്ന് കൊടുത്തു. വലിയ കോഴികൾക്ക് കൊടുത്തില്ലെങ്കിൽ അവർ കാഷ്ടിക്കുന്ന കാഷ്ടം ഈ കോഴികൾ തിന്നാനിടയായാൽ അവരുടെ
ഇവരുടെ വയറ്റിൽ ചെല്ലും. അപ്പോൾ എന്ത് ചെയ്യുക, വിരമരുന്ന് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഫാമിൽ മൊത്തം എല്ലാവർക്കും വിരമരുന്ന് കൊടുക്കുക. പിന്നെ വിരമരുന്ന് ഈ ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. കാരണം ഒരു പ്രാവശ്യം വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രാവശ്യം തന്നെ വിര മുഴുക്ക ചാവില്ല, പകുതി വിരകൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു റിപ്പീറ്റഡ് ബൂസ്റ്ററും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിരങ്ങൾ കൂടി ചാവും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിരിഞ്ഞിറങ്ങിയ കുട്ടികൾക്ക് 45 ദിവസം, 45ാമത്തെ ദിവസം വിരമരുന്ന് കൊടുത്തതിൻ്റെ ശേഷം പിറ്റത്തെ ആഴ്ച വീണ്ടും കൊടുത്തിട്ട് പിന്നെ 3 മാസം, അങ്ങനെ പിന്നെ 3 മാസം കൂടുമ്പോൾ നമ്മളിങ്ങനെ വിരമരുന്ന് കൊടുത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ വിരമരുന്ന് കൊടുത്ത കോഴികൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വിര നമ്മളെ കോഴികളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്കുള്ള നഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ തീറ്റ ചിലവ് കൂടും. കാരണം ഇവർക്ക് എത്ര തിന്നാൻ കൊടുത്താലും ഇവർക്ക് വയറ് നിറയില്ല, ഇവർ തിന്നും കൊണ്ടേയിരിക്കും. പിന്നെ വളർച്ച കുറയും, പിന്നെ മുട്ടോൽപാദനം കുറയും, രോഗപ്രതിരോധ ശേഷി കുറയും. പിന്നെ മറ്റുള്ള എന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് പിടിപെടും. പിന്നെ കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മരിക്കും. എന്താ വെച്ചാൽ ഈ വര എന്ന് പറഞ്ഞാൽ ഇത് ശരീരത്തിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം കൊണ്ടും ശല്യങ്ങളാണ്. പിന്നെ ഈ വിരയുള്ള കോഴികൾ നമ്മൾ തൊണ്ടവര എന്ന് പറഞ്ഞൊരു വരണ്ട്, ആ വരണ്ടെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തല കുടയുക, അതേപോലെ ഇവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും, അതേപോലെ ഒരു സൗണ്ട് കറകറേന ഒരു സൗണ്ട് വരിക, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ വിരമരുന്ന് കൊടുക്കുക. പിന്നെ വിരമരുന്ന് കൊടുത്തിട്ടും ഇവർക്ക് ഇങ്ങനത്തെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിന് 3 മാസം നിങ്ങൾ വിരമരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വിരമരുന്ന് 3-4 മാസത്തിലൊരിക്കലും കൂട്ടിലൊരുമിച്ച് കൊടുക്കണമെന്ന് പറയാൻ കാരണം 3 മാസം കൂടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വിരമരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവറായിട്ടും നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവരുടെ ശരീരത്തിൽ കാണിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ വിര ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഈ തൂവലൊന്നും ഒരു ഗ്ലേസിങ് ഒന്നും ഉണ്ടാവില്ല, ഒരു തരം മുരടിപ്പൊക്കെ ആവും. നമുക്കൊരു കോഴീനെ നല്ല ക്ലിയർ ആയിട്ടുള്ള കോഴീനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പൂവും ചുണ്ടും കൊക്കും ഒക്കെ നല്ല റെഡിഷ് കളറാവും, കണ്ണുകളൊക്കെ നല്ല തെളിഞ്ഞ കോഴികളാവും, അതേപോലെ തൂവലൊക്കെ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. പിന്നെ നമ്മൾ അടയിരുന്ന് അവരുടെ പിന്നെ മോൾട്ടിങ് സ്റ്റേജ് ആവുന്ന സമയത്ത് തൂവലൊക്കെ ആ സമയത്ത് അവർക്ക് തൂവലൊക്കെ പോകും. അത് വേറെ, അത് അങ്ങനെയല്ല കേട്ടോ, അത് തൂവൽ പോകുന്നതുണ്ട്. അല്ലാതെ രീതിയിൽ നമുക്കൊരു കോഴിനെ കണ്ടാൽ തന്നെ നല്ലൊരു വൃത്തിയുള്ള, എന്താ വെച്ചാൽ നല്ലൊരു ഭംഗിയുള്ളൊരു കോഴിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് അതിനൊരു കുഴപ്പമില്ല എന്നുള്ളത്. പിന്നെ കോഴികളുടെ വിരശല്യം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പ്രശ്നമല്ല. കൃത്യമായ വിര നിയന്ത്രണം നടത്തിയാൽ മാത്രമേ തീറ്റ ചിലവ് കുറക്കാനും വളർച്ചയും മുട്ടോൽപാദനം വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. കാരണം ഒരു ഫാമിൽ നമ്മൾ നിസ്സാര എന്ന് പറയുന്ന ഒരു കാര്യമായ വിരശല്യം ഉണ്ടെങ്കിലും നമ്മളെ ഫാമിൽ മൊത്തം പോകും. കാരണം നമ്മളെ ഫാമിൽ ഒരു കോഴിക്ക് വന്നു കഴിഞ്ഞാൽ അത് കാഷ്ടിച്ച് അതിൻ്റെ മുട്ട വിരിഞ്ഞ് മറ്റേ കോഴികൾ തിന്നുമ്പോൾ എല്ലാ കോഴികൾക്കും ഇത് വരും. അപ്പോൾ ആളുകൾക്ക് അറിയില്ല. നമ്മളെന്ത് ചെയ്യും, ഈ ശല്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക, ആദ്യം പോയിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കും. എന്ത് ചെറുക്കുമ്പോൾ അത് കോഴി തൂങ്ങി നിൽക്കുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആൻറ്റിബയോട്ടിക് കൂടി കൊടുക്കുമ്പോഴത്തേനും എന്താവും, കോഴി പറ്റ പോയിട്ടുണ്ടാവും. കാരണം കോഴിക്ക് വിരശല്യം കൊണ്ട് വിരയുടെ ബുദ്ധിമുട്ടുണ്ട് കൊണ്ട് തന്നെ കോഴിക്ക് ഇറിറ്റേഷനായിട്ടും ബുദ്ധിമുട്ടായിട്ടും നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് ആൻറ്റിബയോട്ടിക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതാകെ കോഴി പിടുത്തം വിടും. അങ്ങനെയാണ് പെട്ടെന്നൊക്കെ ചാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിരമരുന്ന് കൊടുക്കുക. വിരമരുന്ന് കൊടുത്തിട്ട് പിറ്റേ ദിവസം നിങ്ങളൊന്നില്ലെങ്കിൽ വിമറാൾ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ജിങ്കോവിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രോവിപ്ലക്സ് കൊടുക്കുക. ഒന്നുമില്ലാത്തവരാണെങ്കിൽ ശർക്കര വെള്ളമെങ്കിലും കൊടുക്കുക. ഇനി അതും അല്ലെങ്കിൽ ഗ്ലൂക്കോസും കൂടി കലക്കി കൊടുക്കുക. അവർക്ക് ഇമ്മ്യൂണിറ്റി വിര ഇളക്കി കഴിയുമ്പോൾ അവരുടെ ബോഡി ഒന്ന് വീക്കാവും. അപ്പോൾ അവർക്ക് അതിനൊരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും വിമറാളൊക്കെ കൊടുക്കുക. വിമറാളിന് ഭയങ്കര റേറ്റാണ്, അതാണ് ഞാൻ വിമറാൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാത്തത്. ആ വിമറാളിനെക്കാട്ടിലും കൂടുതൽ കൊടുക്കാൻ പറ്റിയത് സിങ്കോവിറ്റാണ്. അത് ചെറിയ വിരിഞ്ഞിറങ്ങിയ കുട്ടികൾ മുതൽ നമുക്ക് മുട്ടയിടുന്ന കുട്ടികൾ വരെ നമുക്ക് ഈ സിങ്കോവിറ്റ് കൊടുക്കുക. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ഈ അയണിൻ്റെ ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഈ പിന്നെ രക്തത്തിൻ്റെ സിറപ്പ് കിട്ടുമല്ലോ നമ്മൾ കുടിക്കണേ, അത് കൊടുത്തിട്ട് വെള്ളത്തിലൊഴിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. നമുക്ക് മനുഷ്യന്മാർക്ക് കൊടുക്കണം, ഒക്കെ കോഴികൾക്കും കൊടുക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക, വെള്ളത്തിലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ എന്താവും, ഡോസ് കറക്റ്റാവും. ഡയറക്റ്റ് നമ്മളൊന്നും കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വിരശല്യം ഒഴിവായി കിട്ടും, ഫാം ക്ലീനായി കിട്ടും. പക്ഷേ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധം നമുക്ക് പിന്നെ മെയിനായിട്ട് കോഴികൾ മെലിഞ്ഞ് വരുമ്പോഴൊക്കെ നമ്മൾ വേഗം പോയിട്ട്, ഞാൻ എപ്പോഴും ആൻറ്റിബയോട്ടിക് പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നാടൻ മരുന്നുകൾ കൊടുക്കുക. നാടൻ മരുന്നുകൾ കൊടുക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളിയൊക്കെ നല്ല സൂപ്പർ സാധനമാണ് വിരക്ക്. വെളുത്തുള്ളി ആഴ്ചയിൽ 2-3 തവണ വെള്ളത്തിൽ ചതച്ചിട്ട് കൊടുക്കുക. അതേപോലെ മുരിങ്ങയില കൊടുക്കുക. അതേപോലെ മത്തൻ്റെ കുരു, കുമ്പളത്തിൻ്റെ കുരുവൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവർക്ക് കൊടുക്കുക. അതൊക്കെ നമുക്കും തിന്നാട്ടോ. അതൊക്കെ വിരബാധ കുറക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ പപ്പായയുടെ ഇല കൊടുക്കുക.
അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ വിരശല്യം ഒരുവിധം കുറയും. അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ തന്നെ. അതല്ലാതെ നിങ്ങൾ വേഗം പോയിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കണം. അതേപോലെ വിരമരുന്ന് ഏതൊക്കെയാണെന്ന് ചോദിച്ച് ഫെൻറ്റാസ് പ്ലസ് ഉണ്ട്, അൽബോമർ ഉണ്ട്, വേറെ 2-3 മരുന്നുകളുണ്ട്. അതൊക്കെ കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരെ. താങ്ക് യു.